നമസ്കാരം. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മാതാപിതാക്കളെയും സഹോദരിയെയും നഷ്ടമായ ശ്രുതിയെ നമ്മൾ മറന്നിട്ടില്ല. ആ വലിയ ദുരന്തത്തിന് ശേഷം അവളെ ചേർത്ത് പിടിക്കാൻ, അവളെ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരുന്ന യുവാവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്രതീക്ഷിതമായ ഒരു ആക്സിഡന്റിൽ ആ യുവാവിനും ജീവൻ നഷ്ടപ്പെട്ടു. അതോടെ അവൾ തനിച്ചായി. പക്ഷെ കേരളം മുഴുവൻ അവൾക്കൊപ്പം നിന്നു, അവളെ മകളായി അംഗീകരിച്ചു, അവളെ സ്വീകരിച്ചു. അവൾക്ക് ആ സമയത്ത് കൈത്താങ്ങായി നമ്മുടെ സർക്കാർ ഒരു ജോലിയും കൊടുത്തു. എല്ലാവരും വലിയ രീതിയിൽ അതിനെയും അംഗീകരിച്ചു. ഒരുപാട് പേർ, അർഹതപ്പെട്ട ആളുകൾ ഒരു സർക്കാർ ജോലിക്കായി പുറത്ത് നിൽക്കുമ്പോഴും അവർക്ക് ആ ജോലി കൊടുത്തതിൽ അധികം പേരും സന്തോഷിച്ചു. അർഹതപ്പെട്ടതാണ്, അവൾക്ക് ജീവിക്കണ്ടേ. മാനസികമായും ശാരീരികമായും തളർന്ന ഒരാൾക്ക് അതൊരു കൈത്താങ്ങാകും, വലിയ കൈത്താങ്ങാകും എന്നുള്ള രീതിയിൽ മനുഷ്യരെല്ലാം അതിനെ അംഗീകരിച്ചു. ആ ഒരു സമയത്ത്, പ്രത്യേകിച്ചൊരു വാർത്ത ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് ശ്രദ്ധ പിടിച്ചു പറ്റാനും ആളാകാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വരും. ശ്രുതിയെ സംബന്ധിച്ച് ആ സമയത്ത് ഒരുപാട് സഹായ വാഗ്ദാന പ്രവാഹങ്ങളായിരുന്നു. വീട് വെച്ച് കൊടുക്കാം, ജോലി വാങ്ങിച്ചു കൊടുക്കാം, ധനസഹായം നടത്താം, വിവാഹത്തിന് സഹായിക്കാം, അത് ചെയ്യാം പറഞ്ഞ് ഒരുപാട് പേർ മുന്നോട്ട് വന്നു. അക്കൂട്ടത്തിൽ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് സ്വകാര്യ സംഘടനകളും മുന്നോട്ട് വന്നിരുന്നു. ആ സമയത്ത് ദുരന്ത ബാധിതർക്ക് മുന്നിൽ സർക്കാർ വെച്ച രണ്ട് ഓപ്ഷനുകളാണ്. ഒന്നുമില്ലെങ്കിൽ 15 ലക്ഷം രൂപ തരാം, അല്ലെങ്കിൽ വയനാട് ടൗൺഷിപ്പിൽ ഒരു വീട്. അപ്പോൾ ശ്രുതി തിരഞ്ഞെടുത്തത് ഈ 15 ലക്ഷം രൂപയാണ്. സർക്കാർ ജോലിയും കിട്ടി, 15 ലക്ഷം രൂപയും കിട്ടി. ആരെങ്കിലും വീട് വെച്ച് കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ശ്രുതി അത് 15 ലക്ഷം രൂപ മതിയെന്ന് പറഞ്ഞത്. അതിനുശേഷം കുറേ നാളായിട്ടും വീടിൻ്റെ കാര്യത്തിൽ തീരുമാനമാകാത്തത് കൊണ്ട് ശ്രുതി വീണ്ടും സർക്കാരിന് അപേക്ഷ കൊടുത്തു. ഞാൻ ഈ 15 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും തിരിച്ചടച്ചോളാം, എനിക്ക് വയനാട് ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ടൊരു വീട് മതി. പക്ഷേ ആ ഒരു അപേക്ഷ മന്ത്രിസഭ തള്ളുകയായിരുന്നു. ഈ കാര്യത്തിൽ നമ്മുടെ സർക്കാരിനെ തെറ്റു പറയാൻ എനിക്കുമാവില്ല. വയനാട് ടൗൺഷിപ്പിൻ്റെ മഹിമയെക്കുറിച്ചോ വീട് പൂർത്തിയായെന്നോ അതൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരാൾക്ക് കൃത്യമായിട്ട് വേണ്ട സമയത്ത് ഒരു സഹായം, ലഭിക്കേണ്ട സഹായം കൊടുത്തു. അത് ലഭിച്ച് അതിൽ നിന്നുള്ള പ്രയോജനങ്ങൾ അവർ അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം തിരിഞ്ഞു ചിന്തിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് വേണ്ടത്, ഇനി എനിക്ക് വേണ്ടത് അതാണ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് സർക്കാർ കാര്യങ്ങളിൽ ഒരാൾക്ക് വേണ്ടി മാറ്റം വരുത്താൻ പറ്റില്ല. വയനാട് ടൗൺഷിപ്പ് പദ്ധതി എന്നുള്ളത് ഒരു സർക്കാർ പദ്ധതിയാണ്. അതിൽ ഒരാളുടെ എന്തെങ്കിലും ഒരു അപേക്ഷ പരിഗണിച്ച് മാറ്റം വരുത്തിയാൽ ഒരുപാട് പേർ അതിന് ഒരുമ്പെട്ടെന്ന് വരാം. അത് പ്രായോഗികമല്ല. അത് മാത്രവുമല്ല, അതൊരു മര്യാദയല്ല. ഇപ്പോൾ LDF കൊടുത്തു, കമ്മ്യൂണിസ്റ്റ് കൊടുത്തു, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ജോലി കൊടുക്കില്ലായിരുന്നു എന്ന് പറയുന്ന അന്തങ്ങളുണ്ട്. അതിനെ ഒന്നും ന്യായീകരിക്കാനാവില്ല. ആ ഒരു സമയത്ത് അത്രയും വലിയൊരു ദുരന്തം നേരിട്ട, കാരണം നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ വീട്ടുകാരെ എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് വിവാഹം കഴിക്കാനിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു, അയാളെയും അപ്രതീക്ഷിതമായിട്ട് നഷ്ടപ്പെട്ട് ഈ ലോകത്ത് ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരവസ്ഥ. ആ സമയത്ത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി എന്നുള്ളത് വലിയ കൈത്താങ്ങാണ്. അവൾക്കൊരു പ്രതീക്ഷ നൽകുന്നതായിരുന്നു. മുന്നോട്ട് ജീവിപ്പിച്ചത് ഒരു പക്ഷേ ആ സർക്കാർ ജോലിയായിരിക്കും. അതിപ്പോൾ ഏത് സർക്കാർ, ഏത് പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിലും അവർ കൊടുക്കേണ്ടത് തന്നെയായിരുന്നു, കൊടുക്കുന്നത് തന്നെയായിരുന്നു. അതൊരു മനുഷ്യത്വത്തിൻ്റെയും അത്യാവശ്യത്തിൻ്റെയും ഭാഗമായിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഈ 15 ലക്ഷം രൂപയും കിട്ടി, ഒരു ജോലിയും കിട്ടി. ഇനി ശ്രുതിയുടെ മര്യാദ എന്ന് വെച്ചാൽ ശ്രുതി ചെയ്യേണ്ടത് ആ ഒരു രൂപയിൽ നിന്ന് സ്വന്തം ഒരു താമസ സ്ഥലം കണ്ടെത്തുക, മുന്നോട്ടുള്ള ജീവിത മാർഗം അതിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാത്തിനും ഓരോ സാഹചര്യം വരുമ്പോഴും ഒരാൾ സഹായിച്ചു എന്ന് കരുതി, സഹായിക്കാൻ മനസ്സ് കാണിച്ചു എന്ന് കരുതി അവരെ ബുദ്ധിമുട്ടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥതയ്ക്കും നമ്മുടെ സൗകര്യത്തിനും അനുസരിച്ച് ഓരോ നിയമങ്ങളിൽ വരെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ശഠിക്കുന്നത് തെറ്റാണ്. അത് മര്യാദയല്ല. ഇതിപ്പോൾ ഈ ഒരു വാർത്ത വന്നിട്ട് 3-4 ദിവസമായി. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള എൻ്റെ നിലപാടൊന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. കുറേ പേർ വിചാരിക്കുന്നുണ്ടായിരിക്കാം ആ പെൺകുട്ടി ഒറ്റയ്ക്കല്ലേ ജീവിക്കുന്നത്, അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സർക്കാരിന് എന്തെങ്കിലും ചെയ്താൽ എന്താണെന്ന്. പക്ഷെ അതൊരു മര്യാദയാണോ? ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞ് അതിൽ അർഹതപ്പെട്ട ആളുകൾ എത്രയോ പേരാണ് സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കലൊക്കെ കിടന്ന് ഉരുളുന്നത്. അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട്. മഴയത്തും വെയിലത്തും കിടന്ന് സമരം ചെയ്യുകയാണ് ഉദ്യോഗാർത്ഥികളൊക്കെ. അർഹതപ്പെട്ട ആളുകളാണ്, പരീക്ഷ എഴുതി പാസ്സായ ആളുകളാണ്, ഇൻ്റർവ്യൂ പാസ്സായ ആളുകളാണ്. അവരത്രയും പേർ പുറത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ പല വഴികളിലൂടെ ഓരോരുത്തർക്കും ജോലി കൊടുക്കുന്നത്. ഇതൊക്കെ പിന്നെ വളരെ അത്യാവശ്യം വേണ്ടതായിരുന്നു എന്ന് പറയാം. വേറെ ആരും ഒന്നും നിവർത്തിയില്ല. മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നു കഴിഞ്ഞാൽ ഒരു ജോലിയും കൂടെ, ഉറപ്പുള്ള ഒരു ജോലിയും കൂടി ഇല്ലെങ്കിൽ ആ ആൾ പിന്നെ ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കില്ല. അതുകൊണ്ട് തന്നെ അതൊരത്യാവശ്യമായിരുന്നു. പക്ഷെ പല രീതിയിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് വൈറലായ ആളുകൾ, ഇപ്പോൾ ഒരുത്തൻ ഒരു മലയിൽ കയറി അതിൻ്റെ പാറയിടുക്കിൽ കുടുങ്ങി, അവൻ ഇത്തിരി ഫേമസ് ആയി, പിന്നെ അവനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഇങ്ങനെ വനത്തിൽ കുടുങ്ങിയിട്ട് തിരിച്ചു വന്നു, അവരെയൊക്കെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത് കൊണ്ട് പിന്നെ അങ്ങനെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത് സർക്കാർ ജോലിയാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് നമുക്കറിയില്ല.
ഈ ശ്രുതിയുടെ കാര്യം തന്നെ എടുത്താൽ ശ്രുതിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നോ അവർക്ക് അർഹതപ്പെട്ട ജോലിയാണ് കൊടുത്തതെന്നോ ഇതൊന്നും നമുക്കറിയില്ല. ഇതിനെക്കുറിച്ചൊന്നും സാധാരണക്കാർക്ക് വ്യക്തതയില്ല. പക്ഷെ നമ്മുടെയൊക്കെ കയ്യിൽ നിന്നെടുക്കുന്ന നികുതിപ്പണത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവർക്കൊക്കെ ശമ്പളമായിട്ടും ചെല്ലുന്നത്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് ഒരു വിധി തേടേണ്ടത് യഥാർത്ഥത്തിൽ അത്യാവശ്യമാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഇത്തരം ഒരാൾക്കൊരു ജോലി കൊടുക്കണമെങ്കിൽ അത് ജനവിധി തേടണം. ജനങ്ങളുടെ അഭിപ്രായം കൂടി ആരായേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ട്. ഇവിടെ ജനാധിപത്യമാണ് നടക്കുന്നത്, രാജഭരണമല്ല. രാജാവിന് ഇഷ്ടമുള്ള ആൾക്ക് ഇഷ്ടമുള്ള നേരത്തെ ഒരു ജോലി കൊടുക്കുക, ഇഷ്ടമുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്ന് പറയുന്നത് രാജഭരണമല്ല. ജനാധിപത്യമായതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് റോളുണ്ട്. നമുക്ക് നമ്മുടെ അഭിപ്രായം ഇങ്ങനെ ഇരുന്ന് പറയാനുള്ള അവസരവും അതുകൊണ്ട് തന്നെയാണ് കിട്ടുന്നത്. ഇതിനിടയ്ക്ക് ശ്രുതി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് മോഡേണായൊക്കെ നടക്കുന്നത് കണ്ടിട്ട് അതിൽ ബുദ്ധിമുട്ട് തോന്നിയ ജനങ്ങളുണ്ട്. അതിലൊന്നും നമ്മൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കൂടാ. കാരണം അവൾ ഒരുപാട് ദുരന്തങ്ങൾ കഴിഞ്ഞ് നേരിട്ട് വന്നവളാണ്, മരിച്ച് ജീവിച്ചവളാണ്. അവളൊരു നല്ല ഡ്രസ്സ് ഇട്ടെന്ന് കരുതി, അവൾ ഇത്തിരി സന്തോഷിച്ചെന്ന് കരുതി അതിനോടൊപ്പം സന്തോഷിക്കേണ്ടവരാണ് നമ്മൾ, അല്ലേ? ഒരാളുടെ മുഖത്ത് ചിരി വിടർത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും അയാൾ ചിരിക്കുന്നത് കണ്ട് ഒപ്പം ചിരിക്കാൻ നമുക്ക് കഴിയണം. അതിനൊരു മനസ്സ് തോന്നണം. സാധാരണ എല്ലാവർക്കും ഒരാൾ ചിരിക്കുന്നത് കണ്ട എന്നാലും അവൾക്ക് സന്തോഷമാണല്ലോ, ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഇവള് സന്തോഷിക്കുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ദുഷ്ടജന്മങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അതേ സമയത്ത് തന്നെ ശ്രുതിയോടുള്ള ഒരു വിയോജിപ്പ് കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഈ ഒരു വിഷയത്തിൽ. നമുക്ക് അത്യാവശ്യം മര്യാദയ്ക്ക് തരാനുള്ളത് തന്നു, നമുക്ക് അർഹതപ്പെട്ടത് കിട്ടി. വീണ്ടും വീണ്ടും നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിരിക്കരുത്. അത്യാഗ്രഹവും പാടില്ല. നമുക്ക് കിട്ടിയത് കൊണ്ട് മുന്നോട്ട് ജീവിക്കാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം. അതിനുള്ള സമയമൊക്കെ ശ്രുതിക്കായി കഴിഞ്ഞു, അതിനുള്ള പ്രായവുമായി കഴിഞ്ഞു. ഇങ്ങനെ ഈ അപകടത്തിൽപ്പെടുന്നവരുടെ ഭാര്യമാർക്ക് അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക്, മക്കൾക്ക്, അച്ഛനമ്മമാർക്ക് ഇവർക്കൊക്കെ ജോലി കൊടുക്കുന്നതും സർക്കാർ സഹായം കൊടുക്കുന്നതും സംബന്ധിച്ച് രണ്ട് തരം പ്രതികരണങ്ങളാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും കണ്ണിൽ കണ്ടവർക്ക് സർക്കാർ ജോലി കൊടുത്തുകൂടാ, അതിന് അർഹതപ്പെട്ടവർക്ക് മാത്രം PSC വഴി മാത്രമേ സർക്കാർ ജോലികൾ കൊടുക്കാവൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ പറയുന്നത് അവർക്കതൊരു കൈത്താങ്ങാകുമെങ്കിൽ സർക്കാരിന് അതല്ലേ ചെയ്യാൻ കഴിയുകയുള്ളൂ, അത് ചെയ്യണമെന്നാണ്. പക്ഷേ ഇപ്പോഴും ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഈ രണ്ട് വാദങ്ങൾക്കിടയിലും ഞാൻ എപ്പോഴും പറയുന്നത് അർഹതപ്പെട്ടവർക്ക് തന്നെ മുൻഗണന കൊടുക്കണം എന്നുള്ളതാണ്. വളരെ അത്യാവശ്യമുള്ളവർക്ക് മാത്രം, നമുക്കിപ്പോൾ ശ്രുതിയുടെ കാര്യത്തിലൊക്കെ അത് വളരെ അത്യാവശ്യമായിരുന്നു എന്നറിയാം. അത്തരം സാഹചര്യങ്ങളിൽ മാത്രമേ സർക്കാർ സൗജന്യമായ ഒരാൾക്ക് സർക്കാർ ജോലി കൊടുക്കാവൂ. അല്ലെങ്കിൽ അത് വളരെ മൂല്യമുള്ള ഒന്നാണ് ഒരു സർക്കാർ ജോലി. അതിനുവേണ്ടി കാത്തിരിക്കുന്ന, അതിനുവേണ്ടി ഒരു ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയ മനുഷ്യരൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രുതിയുടെ ആവശ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? സർക്കാർ ശ്രുതിക്ക് വേണ്ടി മാത്രം പദ്ധതിയിൽ ഒരു മാറ്റം വരുത്തണോ? 15 ലക്ഷം രൂപ കൊടുത്തത് തിരിച്ചു വാങ്ങിച്ചിട്ട് വീണ്ടും ശ്രുതിക്ക് വീട് കൊടുക്കണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ശ്രുതിയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ ഒരു പെരുമാറ്റമാണ് കേരളം പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അതിൻ്റെതായ മൂല്യമുണ്ട്. അത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർക്ക് കൂടി ഒരു ചർച്ചയ്ക്കുള്ള വേദിയാണ് കമൻറ്റ് ബോക്സ്. നിങ്ങൾ വെറുതെ ഒരു കമൻറ്റ് ഇട്ടിട്ട് പോയാൽ പോരാ, നിങ്ങളുടെ അഭിപ്രായമാണ് രേഖപ്പെടുത്തേണ്ടത്. ഒരുപാട് ആളുകൾ അത് വായിക്കും. അപ്പോൾ ഞാൻ പറയാത്ത പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു വരാം, ഒരാളും ചിന്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചെന്ന് വരാം. അതൊക്കെ കുറിക്കുമ്പോൾ അതൊക്കെ പുതിയ അറിവാണ്, പുതിയ ആശയങ്ങളാണ്, പുതിയ ചിന്തകളാണ്. അതുകൊണ്ട് കമൻറ്റ് എല്ലാവരും രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക.